നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പ്രൊഫസർ എം കെ സാനു വിടവാങ്ങി. മലയാളത്തിന്റെ സ്നേഹഭാചനം സാനുമാഷ് വിടവാങ്ങി. പ്രശസ്ത എഴുത്തുകാരനും പ്രഗത്ഭ അധ്യാപകനും പ്രഭാഷകനുമായ എം കെ സാനുവിന്റെ അന്ത്യം അഞ്ചരയോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ഒരാഴ്ചയായി ന്യൂമോണിയ ബാധിച്ച് ഇവിടെ ചികിത്സയിലായിരുന്നു. 98 വയസ്സായിരുന്നു. നാളെ രാവിലെ 9 മുതൽ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. 10 മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം. വൈകിട്ട് 5-ന് രവിപുരം ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. ജീവചരിത്രകാരൻ, പത്രപ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചയാളായിരുന്നു സാനുമാഷ്. 36-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ബോഡി ഫോർ വുമൻ റൈറ്റ്സിൽ സ്ഥിരം അംഗമായിരുന്നു അദ്ദേഹം. 1987-ൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും MLA ആയും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 1991-ൽ കൊല്ലത്തെ കുങ്കുമം വാരികയിൽ ചീഫ് എഡിറ്ററായും ജോലി ചെയ്തിട്ടുണ്ട്. 1997-ൽ കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ശ്രീനാരായണ ചിറയിൽ സാനുമാഷ് നിയമിക്കപ്പെട്ടു. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മാനസിക വൈകല്യമുള്ളവർക്കായുള്ള ഒരു സ്കൂളായ മിത്രത്തിന്റെ സ്ഥാപക അംഗവുമാണ്. വയലാർ രവിവർമ്മ സാഹിത്യ അവാർഡ് സെലക്ഷൻ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം. 1927 ഒക്ടോബർ 27-ന് പഴയ തിരുവിതാംകൂർ രാജ്യത്തിലെ തുമ്പോളിയിലാണ് സാനുമാഷ് ജനിച്ചത്. 1955-ലും 1956-ലും സാനു ശ്രീനാരായണ കോളേജിലും മഹാരാജാസ് കോളേജിലും ലെക്ചറായിരുന്നു. 1983-ൽ പ്രൊഫസറായാണ് മാഷ് വിരമിച്ചത്. 1984-ൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റായും 1985-ൽ കേരള സർവകലാശാലയിലെ ശ്രീനാരായണ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2011-ൽ അദ്ദേഹം പത്മപ്രഭ സാഹിത്യ അവാർഡ് നേടി. 2011-ൽ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ ജീവചരിത്രത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായി. വിട പറഞ്ഞത് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഉറച്ച ശബ്ദം. മുഖ്യമന്ത്രി. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശാന്തമെങ്കിലും ഉറച്ച ശബ്ദമായിരുന്നു സാനുമാഷ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാളത്തിന്റെ പല തലങ്ങളിലും തനതായ സംഭാവന നൽകിയ സാനുമാഷ് കേരളത്തിന്റെ അഭിമാനമാണ്. ശ്രേഷ്ഠനായ അധ്യാപകൻ, പണ്ഡിതനായ പ്രഭാഷകൻ, ജനകീയനായ പൊതുപ്രവർത്തകൻ, നിസ്വാർത്ഥനായ സാമൂഹിക സേവകൻ, നിസ്വപക്ഷമുള്ള എഴുത്തുകാരൻ, സമാനതകളില്ലാത്ത സാഹിത്യ നിരൂപകൻ എന്നിങ്ങനെ സാനുമാഷിന്റെ വിശേഷണങ്ങൾ ധാരാളമുണ്ട്. താൻ ജീവിച്ച കാലത്തിനെ കേരള ചരിത്രവുമായി വിളക്കിച്ചേർക്കാനും അതുവഴി കേരള സമൂഹത്തെ പുരോഗമനമാക്കുമായി മുന്നോട്ട് നയിക്കാനും അശ്രാന്തം പരിശ്രമിച്ചയാളാണ് പ്രൊഫസർ എം കെ സാനു, മുഖ്യമന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡ് കേസ് 9-ാം നാൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ഛത്തീസ്ഗഡിൽ കള്ളക്കേസ് ചാർത്തി ജയിലിൽ അടച്ചിരിക്കുന്ന മലയാളി കന്യാസ്ത്രീമാരായ പ്രീതി മേരിക്കും വന്ദന ഫ്രാൻസിസിനും ജാമ്യം. NIA പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 9 ദിവസത്തിനു ശേഷമാണ് ജാമ്യം. 50,000 രൂപയുടെ 2 ആൾ ജാമ്യമാണ് കോടതി അനുവദിച്ചത്. പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിട്ടും ജാമ്യം കോടതി അനുവദിച്ചു. FIR റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഇടതുപക്ഷ MPമാരായ ജോൺ ബ്രിട്ടാസും P സന്തോഷ് കുമാറും ജോസ് കെ മാണിയും പറഞ്ഞു. സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത്, രാജ്യവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തത്. മാതാപിതാക്കളുടെ അനുമതിയോടെ വീട്ടുജോലിക്കായി എത്തിയ പെൺകുട്ടികളെയും ബന്ധുവിനെയും കൂട്ടാൻ എത്തിയ കന്യാസ്ത്രീകളെയും വെള്ളിയാഴ്ച പകൽ 8:30-യോടെ ബംഗളൂർക്കാർ ട്രെയിനിൽ തടഞ്ഞതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. TT അറിയിച്ചതിനനുസരിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആൾക്കൂട്ട വിചാരണയ്ക്ക് അതിക്രമത്തിനും കന്യാസ്ത്രീകളെ വിധേയരാക്കിയത്. മതപരിവർത്തനമല്ലെന്നും ജോലിക്കായി പോകുകയാണെന്ന് പറഞ്ഞിട്ടും ചെവി കൊണ്ടില്ല. മാതാപിതാക്കളുടെ സമ്മതപത്രം കാണിച്ചിട്ടും അതിക്രമം തുടർന്നു. ബജ്രംഗ് ദളുകാർ തന്നെയാണ് കന്യാസ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. കന്യാസ്ത്രീകൾക്കെതിരെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിസ്റ്റർ പ്രീതി മേരിയെ 1-ാം പ്രതിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. ആദ്യ FIR-ൽ പോലീസ് നിർബന്ധിത മതപരിവർത്തനം കുറ്റം ചുമത്തിയിരുന്നില്ല. ബജ്രംഗ് ദളിന്റെ സമ്മർദ്ദത്തെ ഫലമായി പിന്നീട് ഈ വകുപ്പും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള 152-ാം വകുപ്പും ഉൾപ്പെടുത്തിയത്. പുതിയ ചലച്ചിത്ര നയം. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് തുടക്കം. സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര നയ രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ദ്വിദിന കോൺക്ലേവിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സമുച്ചയത്തിലെ R. ശങ്കരൻ നായർ
തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. മോഹൻലാൽ, സുഹാസിനി എന്നിവർ മുഖ്യ അതിഥികളായി. 600 പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുത്തത്. ജർമ്മനി, ഇംഗ്ലണ്ട്, പോളണ്ട്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള ചലച്ചിത്ര പ്രവർത്തകരും എത്തി. സിനിമാ നയ രൂപീകരണ സമിതിയുടെ ചെയർമാനായിരുന്ന ഷാജി എൻ കരുൺ തയ്യാറാക്കിയിരുന്ന കരട് റിപ്പോർട്ട് കോൺക്ലേവിൽ അവതരിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ച നടത്തും. ആദ്യ ദിനം 5ഉം രണ്ടാം ദിനത്തിൽ 4 പാനൽ ചർച്ചകൾ നടക്കും. 2 ദിവസവും വൈകിട്ട് ഓപ്പൺ ഫോറവും ഉണ്ടാകും. ചർച്ചയിൽ ഉയരുന്ന ആശയങ്ങൾ കൂടി പരിഗണിച്ച് സിനിമാ നയത്തിന് അന്തിമ രൂപം നൽകും. ഞായർ വൈകിട്ട് സമാപന സമ്മേളനം അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 6 മാസത്തിനകം സർക്കാർ നയം പ്രഖ്യാപിക്കും. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സിനിമാ നയം രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ചിരി അരങ്ങൊഴിഞ്ഞു. നടൻ കലാഭവൻ നവാസിന്റെ കബറടക്കം പൂർത്തിയായി. നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ കബറടക്കം പൂർത്തിയായി. ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായ നിലയിൽ നവാസിനെ കണ്ടെത്തിയത്. തുടർന്ന് ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിരുന്നു നവാസ് ചോറ്റാനിക്കരയിൽ എത്തിയത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് 6:30ഓടെയാണ് നവാസ് ഹോട്ടലിൽ എത്തിയത്. 8 മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ അറിയിച്ചെങ്കിലും വൈകിയതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റ് താരങ്ങൾ മുറിയൊഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്നും അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചുവെങ്കിലും എടുത്തില്ല. ഇതോടെ അന്വേഷിക്കാനെത്തിയ റൂം ബോയ് വാതിൽ തുറന്നു കിടക്കുന്നതായാണ് കണ്ടത്. നോക്കുമ്പോൾ നവാസ് നിലക്ക് വീണു കിടക്കുന്ന നിലയിൽ ആയിരുന്നു. ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ്. ഭാര്യ രഹനയും സിനിമാ താരവുമാണ്. മറിമായം എന്ന TV പരിപാടിയിലെ കോയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നിയാസ് ബക്കറാണ് സഹോദരൻ. ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകവെയാണ് നവാസിന്റെ വിയോഗം. ഇന്നും നാളെയും ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നടൻ. വീട് കണ്ണൂർ. അനാഥ ബാല്യങ്ങൾക്ക് കരുതലിന്റെ ഇടം. ജീവിത സാഹചര്യങ്ങൾ ഒറ്റപ്പെടുത്തിയ ബാല്യങ്ങൾക്ക് കരുതലുമായി ജില്ലയിൽ ഒരു വീടൊരുങ്ങി. മുട്ടിലേനും പിച്ച വെച്ചും നടന്നും കളിച്ചും പഠിച്ചും വളരാൻ ഒരു വീട്. സ്നേഹം കൊണ്ട് ഊട്ടാനും ഉറക്കാനും ആയമ്മമാരും. കണ്ണൂർ പിണറായി പുത്തൻകണ്ടത്താണ് വീട് കണ്ണൂർ എന്ന ശിശുപരിപാലന കേന്ദ്രം സജ്ജമായിരിക്കുന്നത്. 10 കുട്ടികളുടെ പരിപാലനത്തിനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. നവജാത ശിശുക്കൾ മുതലുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രം തയ്യാറായിരിക്കുന്നത്. പിണറായി പുത്തൻകണ്ടം അങ്കണവാടിയോട് ചേർന്നാണ് വീട് കണ്ണൂർ പ്രവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കായി തൊട്ടിലുകൾ, കിടക്കകൾ, വിരിപ്പുകൾ, ചെറിയ കളിക്കോപ്പുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. നിലവിൽ ജില്ലാ ശിശുവികസന ഓഫീസിൽ നിന്നും കൈമാറിയ 3 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് കേന്ദ്രത്തിലുള്ളത്. ഒരു നേഴ്സ്, സോഷ്യൽ വർക്കർ, 2 ആയമാർ, മാനേജർ, ഡ്രൈവർ കം സെക്യൂരിറ്റി എന്നിവരാണ് കേന്ദ്രത്തിന്റെ ചുമതലയിലുള്ളത്. അമ്മത്തൊട്ടിലുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നവരുൾപ്പെടെ അനാഥാവസ്ഥയിലുള്ള കുട്ടികളെ പരിപാലിക്കാൻ ജില്ലാ തലങ്ങളിൽ ശിശുപരിപാലന കേന്ദ്രം ആരംഭിക്കണമെന്ന സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം സംസ്ഥാന സമിതിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അഴിമുഖത്തെ മണൽ നീക്കൽ. വിവിധ പ്രദേശങ്ങളുടെ പ്രായോഗികത പരിശോധിക്കും. രാമന്തളി പഞ്ചായത്തിലെ പാലക്കോട് അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ ഡ്രഡ്ജ് ചെയ്തു നിക്ഷേപിക്കുന്നതിന് അനുയോജ്യമായ പ്രദേശം കണ്ടെത്തുന്നതിനായി കോർ കമ്മിറ്റി യോഗം ചേർന്നു. MLA-മാരായ TI മധുസൂദനൻ, M വിജിൻ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉളിയടത്ത് കടവ്, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ എടാട്ട് പുതിയ പുഴക്കര പാലം, രാമന്തളി പഞ്ചായത്തിലെ ചിറ്റടിക്കുന്ന് എന്നീ പ്രദേശങ്ങൾ പരിഗണിക്കുവാൻ തീരുമാനമായി. രാമന്തളി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ തളിപ്പറമ്പ് RTO CK ഷാജി അധ്യക്ഷനായി. പ്രായോഗികത പരിശോധിച്ച് 2 ദിവസത്തിനകം ഉചിതമായ സ്ഥലം കണ്ടെത്തി ജില്ലാ കളക്ടറെ അറിയിക്കുവാൻ KMDAL കമ്മിറ്റി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ അരുൺ K വിജയന്റെ നിർദ്ദേശമനുസരിച്ച് വിളിച്ച കോർ കമ്മിറ്റി യോഗത്തിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ഷൈമ, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കൈക്കാരൻ, ഡെപ്യൂട്ടി കളക്ടർ KV ശ്രുതി, KMDAL മാനേജിംഗ് ഡയറക്ടർ സാബിർ, പയ്യന്നൂർ SINK ഗിരീഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.